കൊടുക്കണേ അല്ലാ, മക്കൾക്ക് പൊറുക്കണേ അല്ലാ, മരുമക്കൾക്ക് പൊറുക്കണേ അല്ലാ, പേരമക്കൾക്ക് പൊറുക്കണേ അല്ലാ. പടച്ചവനെ മരിക്കുമല്ലോ റബ്ബേ, ഈമാനോടുകൂടെയുള്ള മരണം നൽകണേ അല്ലാ. ആലോചിച്ചു നോക്കിയാണ് മുത്തുമുഅ്മിനീങ്ങളെ, മരണത്തെ സംബന്ധിച്ചൊന്നോർത്തു നോക്കെല്ലാരും. ഇന്നൊക്കെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങുന്ന സമയത്തിലെ അസ്റായീൽ അലൈഹിസ്സലാം എങ്ങാനും വന്നുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാണ് മുത്തുമുഅ്മിനീങ്ങളെ. നമ്മൾ ആരും വിചാരിക്കണ്ട എന്റെ വാപ്പ 80-ലാ മരിച്ചത്, എന്റെ അമ്മ 90-ലാ മരിച്ചത്, ഞാനും ആ കാലം വരെ ജീവിക്കുന്ന ഒരു കുട്ടി വിചാരിക്കണ്ട. ഇന്ന് ശ്വാസം മേലോട്ട് വലിച്ചത് തീപ്പെട്ട് വിടാൻ കഴിയാഞ്ഞ നമ്മളെ പേരാ മയ്യത്ത്. പഠിച്ചോനെ റബ്ബേ, അസ്റായീൽ അലൈഹിസ്സലാം വന്ന് ഞങ്ങളുടെ റൂഹിനെ പിടിക്കുമ്പോ പടച്ചോനെ സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണം റബ്ബേ. പെടുന്നതിനുള്ള മരണത്തിനെ തൊട്ട് കാത്ത് രക്ഷിക്കണം റബ്ബേ. പടച്ചോനെ ഞങ്ങളെ മക്കളെ യതീമുകളാക്കി ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകരുത് റബ്ബേ. ഞങ്ങളെ മക്കളെ യതീമുകളാക്കി ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകരുത് റബ്ബേ. ഐറ്റിങ്ങളൊക്കെ പഠിപ്പിച്ചും കല്യാണം കഴിപ്പിച്ചും അവർക്കൊക്കെ വീടുണ്ടാക്കിയിട്ടും ഒരു സ്ഥാനത്തെത്തി കാണാൻ തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങൾ ആയുസ്സിനെ നീട്ടിത്തരണം റബ്ബേ. എപ്പോൾ മരിക്കുകയാണെങ്കിലും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ മരിപ്പിക്കണം അല്ലാ. സ്വർഗം കണ്ടുകൊണ്ടുള്ള മരണം നൽകണം റബ്ബേ. ഈമാനോടുകൂടെയുള്ള മരണം നൽകണം റബ്ബേ. പടച്ചവനെ മരിച്ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ആ രംഗം. മരിച്ചിങ്ങനെ കിടക്കണ രംഗോർത്ത് നോക്കിയാണ്, അവനവൻ മരിച്ചു കിടക്കണ രംഗോർത്ത് നോക്കി. നിങ്ങളൊക്കെ ഓരോരുത്തരും മരിച്ചിങ്ങനെ കിടക്കണ രംഗോർത്ത് നോക്കിയാണ്. കണ്ണുപൂട്ടി തരുന്നു, താടി കെട്ടി തരുന്നു, കൈകാലുകൾ മയപ്പെടുത്തി തരുന്നു, ശരീരത്തിൽ ധരിച്ച വസ്ത്രങ്ങളെ കോരിയെടുക്കുന്നു, ഒരു വെള്ളത്തുണി കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പൊതിയുന്നു, കാലിന്റെ കള്ളവരലുകൾ പരസ്പരം കൂട്ടിക്കെട്ടുന്നു. അതാ മഹല്ല് കമ്മിറ്റിയോട് വിളിച്ചു പറയുന്നു, ഖബർ വിളിക്കുന്ന ആള് ഖബർസ്ഥാനി മുഴുവനും നമ്മുടെ ഖബറിന് വേണ്ടിയുള്ള സ്ഥലത്തിന് തിരയുന്നു. ആലോചിച്ച് നോക്കിയാൽ നേരം നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളെ കാണാൻ അങ്ങനെ വരുന്നു. നമ്മുടെ ഫോട്ടോ വാട്സപ്പിലൂടെ വന്നിട്ടുണ്ട്. ഓരോരുത്തരും അതിന്റെ അടിയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എഴുതി വിടുന്നുണ്ട്. ആ രംഗം ഓർത്തു നോക്ക്, ആ രംഗം ഒന്ന് ഓർത്തു നോക്ക്. എന്തിനാ മുത്തുമുഅ്മിനീങ്ങളെ നമ്മൾ അഹങ്കരിക്കുന്നത്? ശ്വാസങ്ങൾക്ക് കിട്ടാഞ്ഞാ പിന്നെ കടക്കണ്ട ആ കോലത്തിൽ. ആളുകളൊക്കെ നമ്മെ ഇങ്ങനെ കണ്ടവരൊക്കെ പിരിഞ്ഞു പോവും. ചിലരൊക്കെ ഡൈനിങ് ഹാൾ നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കും, ചിലർക്ക് ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്, ചിലര് മുറ്റത്ത് വിരിച്ചു വെച്ച കസേരയിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ ഉപ്പമാരെ ആൾക്കാരൊക്കെ കൂടുതൽ മുഷാവറ ചെയ്യും, ഒരു ചർച്ച നടക്കും. എന്താ ചർച്ച? മയ്യത്ത് കുളിപ്പിക്കല്ലേ. അപ്പോയത്തിനേക്ക് കുളിപ്പിക്കാനുള്ള വെള്ളമായി ഒരു വിഭാഗം ആളുകൾ കുളിമുറിയിലേക്ക് പോകും. കുളിപ്പിക്കാനുള്ള കട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കും. ആലോചിച്ചു നോക്കിയാണ്, ഈ കുളിപ്പിക്കാനുള്ള ആളുകൾ കുളിമുറിയിലേക്ക് കയറും. മയ്യത്തായിട്ട് കിടക്കുന്ന നമ്മുടെ ജനാസ എടുത്ത് കുളിപ്പിക്കുന്ന റൂമിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കും, തേച്ചുരതി കഴുകിത്തരും, വൃത്തിയാക്കി തരും. അത് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള വെള്ളങ്ങളൊക്കെ ഒപ്പിയെടുക്കും. അത് കഴിയും ദ്വാരങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, മയ്യത്തിനെ ആരെങ്കിലും കാണാനുണ്ടോ? മയ്യത്തെടുക്കാട്ടോ, ആരെങ്കിലും നീ കാണാൻ ബാക്കിയുണ്ടോ? ഞാൻ ആർക്കെങ്കിലും കാണണോ? ചോദ്യം ഉയരുന്നുണ്ട്. ആ സമയത്തിൽ 10-35 കൊല്ലക്കാലം നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ റൂമിൽ നിന്ന് ശബ്ദമുയർത്തി പറയുന്നുണ്ട്, എടുക്കല്ലേ, എനിക്കൊരു വട്ടം കൂടെ കാണണം എന്റെ കാക്കനെ.
കട്ടിലിന്റെ മുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോ തല കറങ്ങുന്നുണ്ട്. അടുത്തുള്ള പെണ്ണുങ്ങളോട് പറയുന്നുണ്ട്, കയ്യണില്ലടി, കാക്കനെ എടുക്കാൻ പോകാണല്ലോ, കാക്കനെ കൊണ്ടുപോകാണല്ലോ, എനിക്കൊരു വട്ടം കൂടെ ഒന്ന് കാണ്ടീനടി, നടന്നിട്ട് നിൽക്കാൻ പോലും കഴിയണില്ല, തല കറങ്ങാണ്. പോത്തിനേക്ക് 2 പെണ്ണുങ്ങൾ വന്ന് ഇറ്റിങ്ങളെ താങ്ങിയെടുക്കും. ഇറ്റിങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ജനാസയുടെ അരികിൽ ഇരുത്തും. നമ്മുടെ കവളത്തിലേക്ക് അവർ ചുംബനം ചെയ്യും. നമ്മുടെ നെറ്റിത്തടത്തിൽ അവരുടെ ചുണ്ടുകൾ വെക്കും. നമ്മുടെ കണ്ണിലെ നമ്മുടെ കവൾ തടത്തിലേക്ക് പ്രിയപ്പെട്ട നീർത്തുള്ളികൾ ഒഴുകി വരും. ആളുകളെല്ലാവരും ചേർന്നവരെ പിടിച്ചു മാറ്റും. നമ്മളെ മക്കൾ വരും, പേരമക്കൾ വരും, മരുമക്കൾ വരും, കൂട്ടുകുടുംബങ്ങൾ, ചങ്ങായിമാര് വരും, എല്ലാരും വരും, എല്ലാരും വരും. വന്നവർ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി നിൽക്കും. എല്ലാരെ കണ്ണൊന്നും കണ്ണീരൊഴുകുമ്പോ ഈ മജ്‌ലിസിന്റെ കറാമത്ത് കൊണ്ട് പുഞ്ചിരിച്ച് കിടക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് തരണം റബ്ബേ. ആമീൻ. ഇഖ്ലാസോടാമീൻ പറഞ്ഞോളൂ. തൗഫീഖ് തരണം റബ്ബേ. ആമീൻ. തൗഫീഖ് തരണം റബ്ബേ. ആമീൻ. തൗഫീഖ് തരണം റബ്ബേ. ആമീൻ. മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ വെച്ച് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോ ആ യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുള്ള യാത്രയാക്കണം റബ്ബേ. ആമീൻ. മലക്കുകളുടെ അകമ്പടി നൽകണം റബ്ബേ. ആമീൻ. പടച്ചോനെ തങ്ങന്മാരെ പങ്കെടുപ്പിക്കണം റബ്ബേ. ആമീൻ. ഉസ്താദുമാരെ പങ്കെടുപ്പിക്കണം റബ്ബേ. ആമീൻ. മുതഅല്ലിമീങ്ങളെ പങ്കെടുപ്പിക്കണം റബ്ബേ. ആമീൻ. പടച്ചോനെ പൊന്നാര റബ്ബേ, പള്ളി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ജനാസ നിസ്കാരമാക്കണം റബ്ബേ. ആമീൻ. പടച്ചോനെ ഖബറിൽ കൊണ്ടുപോയി വെക്കല്ല പടച്ചോനെ. പടച്ചോനെ ഖബറിൽ കൊണ്ടുപോയി വെക്കല്ല പടച്ചോനെ. പഠിച്ചോനെ ആ ഖബർ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ വീടാക്കി തരണം റബ്ബേ. ആമീൻ. സന്തോഷത്തിന്റെ വീടാക്കണം റബ്ബേ. ആമീൻ. പഠിച്ചോനെ ഞങ്ങളൊന്ന് മരിച്ചുപോയ പലരും ഖബറിലുണ്ടല്ലോ, നൈറ്റിങ്ങളൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കണം റബ്ബേ. ആമീൻ. ആനന്ദം കൊടുക്കണം റബ്ബേ. ആമീൻ. അവരും ഞങ്ങളിൽ നാളെ മഹ്ശറിൽ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടി തരണം റബ്ബേ. ആമീൻ. കത്യമീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. ആമീൻ. പടച്ചവനെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ആമീൻ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ആമീൻ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ആമീൻ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണം റബ്ബേ. ഇവിടെ അങ്ങോട്ട് പിരിഞ്ഞു പോകുമ്പോ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തൗഫീഖ് തരണം റബ്ബേ. എന്റെ മുത്തുമീങ്ങൾ വന്നോട് ഉറപ്പിച്ചാണ് ഈ ഒരൊറ്റ നിസ്കാരം ഖലാഖൂല ഇൻഷാ അല്ലാഹ് പറയല്ലോ. നല്ല പോലെ നടക്കും മുത്തുമീനിങ്ങളെ. മനസ്സിലായില്ലേ? കാലൊക്കെ കഴിയാൻ പോകാം മുത്തുമീനിങ്ങളെ. നമ്മൾ ഖബറിൽ പോയിട്ട് ഒറ്റക്ക് കിടക്കണ്ട, അവിടെ രക്ഷപ്പെടണ്ടേ. ഒന്ന് ഉറപ്പിച്ച് നെഞ്ചത്തേക്ക് കൈ വെച്ച് പറഞ്ഞാളി, എന്നാ പിന്നെ നമുക്കൊരു റാഹത്ത് കിട്ടും. നെഞ്ചോട് നേരെ കൈ വെച്ചിട്ട് പറഞ്ഞാളി, ഇനി ഞാൻ നിസ്കാരം ഒഴിവാക്കൂല ഇൻഷാ അല്ലാഹ് പറയും. ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, പരദൂഷണം എന്റെ അടുത്തൊന്നും ഉണ്ടാവൂല, ഞാൻ ഒരാളോടും പണങ്ങൂല ഇൻഷാ അല്ലാഹ് പറയും. നല്ലക്ക് ജീവിക്കണം ഇൻഷാ അല്ലാഹ് പറയും. നമ്മൾ നല്ലൊരാളായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകണം. അതിനല്ലേ നമ്മൾ മജ്‌ലിസ് വെച്ചത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു പൈസ ഉണ്ടാക്കാനോ ഒന്നിനുമല്ല ഈ ചുള്ളിക്കോട്ടുകാര് ഇങ്ങനെ മജ്‌ലിസ് ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ഒരു 4:45 ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു പരിപാടി വെച്ചത്. ആൾക്കാരെ മനസ്സിന്റെ ഉള്ളിൽ കുറച്ചെങ്കിലും നേരെ ഒരു ഈമാൻ ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് ഇവർ ഈ മജ്‌ലിസ് വെച്ചത്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ നല്ല മനുഷ്യനായിട്ട് ഇറങ്ങിപ്പോ ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹുവിന് തൗഫീഖ് തരണം റബ്ബേ. മുത്തുമീനെ ഞാൻ ആഖിറം നമ്മൾക്ക് ദ്വാരുന്നു. നിങ്ങൾക്ക് ദുനിയാവ് ചോദിക്കാണ്ടാവും, അത് നിങ്ങളെ ഒറ്റക്ക് ഓരോരുത്തർ ചോദിച്ചോളി.
ആരെങ്കിലും ഇരിക്കണോ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒരു 2 മിനിറ്റ് സമയം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ആരും ഇരിക്കരുത്. യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുൻതഖിം യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹ് فرحنا من نبائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله കടമ്പേ ഏപ്രിൽ 15 മറക്കരുത്. നിങ്ങൾക്ക് എന്റെ നാട്ടിലേക്ക് വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞാണ് വസല്ലല്ലാഹു തആല വസല്ലമ على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദ്വാരക്കണം. അവർക്ക് നിങ്ങളോടൊക്കെ സലാം പറഞ്ഞ് പിരിഞ്ഞു പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ 11 മണി കറക്റ്റായി